വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസേന വെഞ്ഞാറമൂടിലെ കൊലപാതകത്തെ തുടർന്ന് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. ഇന്നും ഇന്നലെയുമായിട്ട് അഫാനെ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. യാതൊരു കൂസലുമില്ലാതെ, യാതൊരു സങ്കോചവുമില്ലാതെ, ഒരല്പം പോലും കുറ്റബോധമില്ലാതെ പോലീസുകാരോട് താൻ നടത്തിയ വീരകൃത്യ സാഹസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു അഫാനെ നമുക്ക് വീഡിയോയിലൊക്കെ ഉടനീളം കാണാനിടയായി. ഇന്ന് ഏറെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇന്ന് തെളിവെടുപ്പിന് പാങ്ങോട് കൊണ്ടുപോയതിന് ശേഷം അവിടുത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്തതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഭീതിയും ഭയവും നമ്മളുള്ളിൽ ജനിപ്പിക്കുന്ന വിധത്തിലാണ് അഫാൻ്റെ ഓരോ വിവരണവും. അത് ആ മൊഴി ന്യൂസിലൂടെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇത്രയും ക്രൂരത 23 വയസ്സായ ഒരു കുട്ടിക്ക് ഉണ്ടാകുമോ എന്ന് ഏതൊരാളെ പോലെ എൻ്റെ ഉള്ളിലും പല സമയത്ത് ആ ശങ്ക വളരെയുണ്ട്. കാരണം 23കാരൻ എന്ന് പറയുമ്പോൾ വളരെ ചെറുപ്പമാണല്ലോ, ഈ പ്രായമുള്ളൊരു കുട്ടിയാണല്ലോ അതിക്രൂരമായ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. 6 പേരെ കൊന്നെന്ന് വിശ്വസിച്ച് 5 പേര് കൊലപ്പെട്ട്, ഒന്ന് അവൻ്റെ ഉമ്മ തന്നെയായിരുന്നു. ഉമ്മ ഇപ്പോഴും എന്താ പറയുക, രോഗക്കിടക്കയിൽ തന്നെയാണ്. പക്ഷേ അവർക്ക് ഏകദേശം സുഖപ്പെട്ട് അവരെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ആവശ്യമാണ്. കാരണം നമ്മൾ ഉമ്മമാരാണ് മക്കളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ, മാതാപിതാക്കളാണ് മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുക എന്നുള്ളത് ഈ ഉമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് തോന്നുന്നത്. ചെറിയ കുഞ്ഞ് മരണപ്പെട്ടെന്ന് അറിഞ്ഞ സമയത്ത് കൂടുതൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അവരെ വീണ്ടും ICUയിലേക്ക് മാറ്റുകയും തീവ്രപരിചരണ വിഭാഗത്തിൽ അവർ ചികിത്സയിൽ പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ്, കാരണം ഇതുവരെ ആദ്യം മുതൽ സംസാരിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അവർ പറയുന്ന ഒരേ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്, താൻ കട്ടിലിൽ നിന്ന് താഴെ വീണതാണ്, കട്ടിൽ നിന്ന് താഴെ വീണിട്ട് പരിക്ക് പറ്റിയതാണ്. അവർ തൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന അവസരത്തിലും തനിക്കേറെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടായ സമയത്ത് പോലും അവരത് തുറന്നു പറയാൻ സന്നദ്ധയായില്ല എന്നുള്ളത് ഈ കൊലക്കെല്ലാം കാരണം ഇവരാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലേക്കാണ്. അതായത് ഇവരിതൊക്കെ അറിയാം, അല്ലെങ്കിൽ ഈ മകൻ ഇത്തരത്തിലാക്കി തീർത്തത് ഈ ഉമ്മയുടെ മാതൃത്വമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മക്കൾ ചെയ്യുന്ന കുഞ്ഞു തെറ്റുകൾ മുതൽ വളരെ ഗൗരവമായ തെറ്റുകൾ പോലും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ച്, പ്രത്യേകിച്ചും അവനവൻ്റെ കുട്ടീൻ്റെ ഉപ്പൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ച് നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ അവരിൽ ഒരുപാട് തെറ്റായ സ്വഭാവ വൈകൃതങ്ങൾ രൂപപ്പെടുകയും ഇതുപോലെ ഉള്ളൊരവസ്ഥയിലേക്ക് മക്കൾ എത്തിച്ചേരാൻ ഇടയാവുകയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനൊരു ഉദാഹരണമാണ് ഷെമിയും അഫാനും. നമുക്കിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, ഷെമി ഒരിക്കൽ പോലും ജീവിതത്തിൽ ഈ മകൻ ചെയ്ത കുഞ്ഞു കാര്യങ്ങൾ മുതൽ വലിയ ഗൗരവതരമായ കാര്യങ്ങൾ പോലും അവരുടെ ഭർത്താവുമായി പങ്കുവച്ചിട്ടില്ല. അവസാന ഘട്ടത്തിൽ 70 ലക്ഷത്തോളം രൂപ കടബാധ്യത വന്ന് കടക്കണിയിൽ മുങ്ങിത്താഴുന്ന സമയത്ത് പോലും, താൻ ആരോഗ്യ പ്രശ്നങ്ങളെ നീറിപ്പുകയുന്ന സമയത്ത് പോലും തൻ്റെ ഇണയോട് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ല. പല അമ്മമാരും മക്കൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ ബാപ്പാരൊരു സൈഡാണ്, അച്ഛന്മാരൊക്കെ ഒരു സൈഡാണ്. കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടാവും, എല്ലാ പ്രശ്നങ്ങൾക്കും കുട്ടികളുണ്ടാവും. എനിക്കൊരു മകൻ, തന്നോളം വളർന്ന മകനുണ്ടല്ലോ എന്നൊരു അഭിമാനത്തോടു കൂടിയാണ് മക്കളെ വളർത്തുക. പണ്ടുള്ളവർ പറയും മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന്. ഈ സമയത്ത് ഞാനത് വിചാരിച്ചു പോവുകയാണ്. മോനെ സംഭവിച്ചത്, ഈ ഉമ്മ ഇന്നോ ഇന്നലെ ആ സ്ത്രീയെ റൂമിലേക്ക് മാറ്റി. ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഈ അമ്മക്ക് മതിയായില്ലേ? 5 ആളുകളെ അതിനിഷ്ഠൂരി അഫാൻ കൊലപ്പെടുത്തിയത്. വളരെ നിഷ്കരുണമാണ് ഈ 5 ആളുകളെ ഈ ചെറുപ്പക്കാരൻ കൊലപ്പെടുത്തിയത്. ഏതൊരു മനുഷ്യനും ആ ഒരു ജീവിയോടൊരു ഇറ്റ സ്നേഹം പോലെ ഒരാൾക്കും തോന്നൂല. അഫാൻ ആ കൂട്ടത്തിൽ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അഫാനോട് ഇത്തിരിയെങ്കിലും സ്നേഹം തോന്നിയിരുന്നു. അവർ മനസ്സിൻ്റെ വൈകല്യം കൊണ്ട് സംഭവിച്ചു പോയതാണ്. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിലോ അല്ലെങ്കിൽ നിരാശയിലോ സംഭവിച്ചു പോയൊരു തെറ്റാണെന്ന് അഫാനും കൂടി. പക്ഷെ അഫാൻ ഇന്നും ആരോഗ്യവാനായി നിൽക്കുകയാണ്. ജയിലിൽ നിന്നിട്ടും ചിക്കനും പൊറാട്ടയും മട്ടനും ബീഫും മീനും കഴിക്കാൻ വേണ്ടിയിട്ട് വ്യഗ്രത പൂണ്ട് നിൽക്കുകയാണ് അഫാൻ. ആ രീതിയിലാണ് മകനെ വളർത്തി വലുതാക്കിയത്. ഒരു നേരം പോലും ഇറച്ചും മീനും മട്ടനും ചിക്കനും ബീഫും പൊറാട്ടയൊന്നും ഇല്ലാതെ ഈ മകനെ അമ്മ വളർത്തിയിട്ടേ ഇല്ല. ജയിലിനുള്ളിൽ ചെന്നിട്ട് പോലും എനിക്ക് ബീഫ് വേണം, മീൻ വേണം, ചിക്കൻ വേണം, കറി വേണം, പൊറാട്ട വേണമെന്ന് ആവശ്യപ്പെടുന്നൊരു അഫാനെയാണ് നമ്മൾ കാണുന്നത്. ഇത് ഇന്ന് പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായ അഫാനല്ല. നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എന്നിട്ട് ഈ കിടക്കയിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? എനിക്ക് മകനെ ഒന്ന് കാണണം. ഏതെങ്കിലും ഒരു അമ്മക്ക് അങ്ങനെ തോന്നും, എനിക്കാണെങ്കിൽ തോന്നുന്നു, നിങ്ങൾക്കാണെങ്കിൽ തോന്നും. ഇങ്ങനെ സമൂഹത്തിന് നമ്മൾക്ക് ഗുണമല്ലെങ്കിൽ പോണ വഴിക്ക് പോട്ടെ. നമ്മൾ തെളിച്ച വഴിക്കൊന്നും അവർ പോകുന്നില്ലെങ്കിൽ അവർ പോണ വഴിക്ക് അവർ പോട്ടെ. അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ അനുഭവിക്കട്ടെ.
എന്തിനാ അതിനെ ചേർത്ത് പിടിക്കണേ? അപ്പോൾ നീ ഉമ്മ അല്ലാത്തതുകൊണ്ടാണ്, നിനക്ക് പ്രസവവേദന അറിയാത്തതുകൊണ്ടാണ്, നീ അങ്ങനെയൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് സ്വീകരിച്ച്. കാരണം എന്താ പറയുക, ഒരു യഥാർത്ഥത്തിൽ നമ്മളൊരു അമ്മയാണെങ്കിൽ നമ്മൾ എത്ര തിരുത്തിയിട്ടും അവർ നന്നാവില്ലെങ്കിൽ അവർ പോണ വഴി പോട്ടെ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കണം, ഡോക്ടർമാരുടെ സേവനം നേടണം, നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. നമ്മൾ ഇതിനെ കൊണ്ടൊന്നും നമുക്ക് സാധിച്ചില്ല. കാരണം നമ്മളെ മകന് കാരണം ഇന്ന് ജീവിച്ചിരിക്കേണ്ട 5 ജീവനുകളാണ് ഇല്ലാതായത്. 14 വയസ്സായ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? തൻ്റെ ചെറിയ മകനെ വളരെ നിഷ്ഠൂരം ഇല്ലാതാക്കിയ മൂത്ത മകനെ കാണണമെന്ന് ഏതെങ്കിലും ഒരു അമ്മക്ക് തോന്നുമോ? അവനെ സ്നേഹിച്ച് അവൻ വിശ്വസിച്ച പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയൊരു മകനെ കാണണമെന്ന് തോന്നുമോ? തൻ്റെ ഭർത്താവിനെ പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ ഒരു ഉമ്മനെ നിഷ്കരണമില്ലാതാക്കിയ ഒരു മൃഗത്തെ കാണണമെന്നൊരു അമ്മക്ക് തോന്നുമോ? തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് ഇവരെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ട മൂത്തപ്പാനെ കൊന്ന് ഒരു മകനായിട്ട് കാണാൻ സാധിക്കുമോ? ഇവരൊക്കെ ചെയ്തത് നല്ല കാര്യങ്ങളല്ലേ? ഈ മകൻ്റെ ഉള്ളിൽ ആദ്യം മുതലേ പകയും വിദ്വേഷവും വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഈ ഉമ്മയാണ്. കാരണം മകൻ ആദ്യമൊക്കെ ഇവരെ കുറ്റം പറയുക അല്ലെങ്കിൽ ദേഷ്യം പ്രകടിക്കുന്ന സമയത്ത് അത് സാരില്ല അല്ലെങ്കിൽ അത് പോട്ടെ എന്ന് നിസ്സാരവൽക്കരിക്കാതെ അതിന് എരുതിയിൽ എണ്ണ വെച്ച് കത്തിച്ച് വളർത്തിയ ഈ ഉമ്മനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ വളർത്തിയെടുത്തതിന്. മറ്റുള്ള ഉമ്മമാർക്കൊക്കെ പാഠമാവട്ടെ അതൊക്കെ. നമ്മളെപ്പോലുള്ള ഇവരെന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? അപ്പോൾ നിങ്ങൾ പറയും കമൻറ്റ് ബോക്സ് നിറച്ച് മാതൃസ്നേഹം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ മക്കൾ ചെയ്യുന്ന ചെറുതും വലുതുമായ തെറ്റുകൾക്ക് കുട പിടിക്കുന്നതല്ല മാതൃസ്നേഹം. നമ്മളെ മക്കളെ തെറ്റുകൾ കാണുമ്പോൾ തിരുത്താൻ ശ്രമിച്ചിട്ടവർ നമ്മൾ പറയുന്ന പാതയിൽ വരുന്നില്ലെങ്കിൽ അവരെ നമ്മൾ അവഗണിക്കുക എന്നുള്ളത് തന്നെയാണ് മാതൃസ്നേഹം. നമ്മളെ കുട്ടികൾ ചെയ്യണമൊക്കെ ശരി, മറ്റുള്ളവർ ചെയ്യണമൊക്കെ തെറ്റ്. നമ്മളെ കുട്ടിക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശത്തെ പോലെ അവകാശം ഉണ്ടായിരുന്ന 5 പേരാണ് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലാതായത്. അത് മാതൃസ്നേഹം കൊണ്ട് അളക്കരുത്. നമ്മൾ ഇത്ര മാതാക്കൾ ഈ ഭൂമിയിൽ ഇതിന് കുട പിടിക്കുന്നത് കാണുമ്പോഴാണ് സങ്കടം. ഇവരെ മക്കളൊക്കെ നാളെ ഇതേ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ ഇവരത് സപ്പോർട്ട് ചെയ്യില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ അങ്ങേയറ്റം ദുരിതം അനുഭവിച്ച് വേദനിച്ച് സങ്കടപ്പെട്ട് പ്രസവിച്ച് വളർത്തിയ 3 മക്കളാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതേപോലെ ആണെങ്കിൽ എന്താണ് ഇവരിതുകൊണ്ട് അർത്ഥാക്കുന്നത്? ഇനി എന്തിനാ ഇവർ ഈ മകന് വേണ്ടി കുട പിടിക്കുന്നത്? ഈ നിമിഷം വരെ ഒരു മൊഴി മാറ്റി പറഞ്ഞിട്ടില്ല. തൻ്റെ മകൻ 5 പേരെ കൊന്നൊടുക്കിയെന്ന് കേട്ടിട്ടും താൻ കട്ടിലിൽ നിന്ന് വീണതാണ്. ലജ്ജയില്ല ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ? ഇതിന് ഉമ്മാൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു. നിങ്ങൾ ഉമ്മൻ്റെ മാതൃസ്നേഹമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി സംസാരിക്കരുത്. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, കേൾക്കുന്നവരോട്. നമ്മളെ മക്കൾ കുഞ്ഞുങ്ങളാകുമ്പോൾ ചെറിയ തെറ്റുകൾ പറ്റും, പാകപ്പിഴവുകൾ പറ്റും. കുട്ടി ഒരാൾ അടി കൂടി വന്നിട്ട് പലപ്പോഴും പല ഉമ്മമാർ സ്വന്തം കുട്ടികളെ ന്യായീകരിക്കുന്നുണ്ടാവും. നമ്മളെ കുട്ടികളുടെ അടുത്തുള്ള തെറ്റെന്താണ്, മറ്റേ കുട്ടികളുടെ അടുത്ത തെറ്റെന്താണ്, ആരുടെ അടുത്താണ് തെറ്റ് പറ്റിയത്? പലപ്പോഴും നമ്മളത് സമവായത്തിൽ ഒതുക്കുക, കുട്ടികളെ പരസ്പരം ചേർത്ത് പിടിപ്പിക്കുക, പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക. എന്നിട്ടും കുട്ടികൾക്കിടയിൽ പ്രശ്നമുണ്ടെങ്കിൽ, അതിഗുരുതരമായ പ്രശ്നമാണെങ്കിൽ ഇത് ബന്ധപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ച് തീർക്കുക. നമ്മളെ മക്കളെ നമ്മൾ നിർവയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ മക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കുട പിടിച്ച് അഫാൻ്റെ ഉമ്മയെപ്പോലെ മാതൃസ്നേഹം പുലർത്തിങ്ങൾ മക്കളെ നാശത്തിലേക്ക് തള്ളിവിടരുത്. സ്നേഹിച്ചാണ് ഈ ഉമ്മ ഈ മകനെ കൊലയാളിയാക്കിയത്. അല്ലാതെ മകനോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഈ മകന് പോലീസുകാർക്ക് കൊടുത്ത മൊഴിയിൽ പോലും ഈ ഉമ്മയാണ് കുറ്റപ്പെടുത്തിയത്. എൻ്റെ ഉമ്മ കടങ്ങൾ വാരിക്കൂട്ടി അത് എന്നിൽ ആ കുട്ടിക്ക് താങ്ങാവുന്നതിനപ്പുറമായി. നമ്മൾ ജീവിച്ചിരിക്കെ നമ്മളെ മക്കൾ കടം വീട്ടെന്ന് കരുതി നമ്മൾ കടം വാങ്ങരുത്. നമ്മളെ വരുമാനത്തിനനുസരിച്ച് കടം വാങ്ങാതെ നമുക്ക് വീട്ടിൽ കടമൊക്കെ വാങ്ങേണ്ടി വരും. നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് ലക്ഷങ്ങൾ ചിലപ്പോൾ 4, 5, 10 ലക്ഷം റുപ്യ കടം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാവും. പക്ഷേ നമ്മൾക്കത് വീട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വാങ്ങി മക്കളൊക്കെ തിന്നാൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ 10 ലക്ഷങ്ങൾ കടം വാങ്ങരുത്. 1000ങ്ങളും 10,000ങ്ങളൊക്കെ വാങ്ങാം. അതൊരു പക്ഷേ നാളെ നമ്മളെ കുട്ടിയേക്ക് വീട്ടാൻ കഴിയും. ഒരു കുട്ടിനെ കടത്തിൻ്റെ ഭാരത്തിൽ തള്ളിയിട്ട് ഇതിൻ്റെ ദുരിതമാണ് നീ ഉമ്മ അനുഭവിക്കുന്നത്. ദൈവം ബാക്കി വെച്ചതാണ് ഇവരെ. ഇതിനൊക്കെ ഉത്തരം പറയാൻ, ഇതൊക്കെ കണ്ട് ജീവിക്കാൻ ഉരുകി തീരും അവർ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സ്വയം ജീവനൊടുക്കാൻ അവസരം കിട്ടുന്ന സമയത്ത് അവർ ഈ ലോകത്തുനിന്ന് ഇല്ലാതാവും. കാരണം അവർക്ക് ഈ ലോകത്തെ
ഏറ്റവും പ്രിയമുള്ള ഏറ്റവും പ്രാണനായ 2 പേരാണ്. ഒരാൾ മരണത്തിലേക്കും ഒരാൾ ജയിലിലേക്കുമാണ് പോയിട്ടുള്ളത്. അതും തനിക്ക് ഈ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് എങ്ങനെ അവർക്ക് ജീവിക്കാൻ കഴിയും? അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അവർ പിന്നെ എന്തിനാണ് ഈ മകനെ സപ്പോർട്ട് ചെയ്യുന്നത്? അവന് തക്കതായ ശിക്ഷ കിട്ടട്ടെ, അവൻ നേർവഴിക്കാവട്ടെ. അവൻ തൂക്കിക്കുന്നുണ്ടാവും. പണ്ട് ഗ്രീഷ്മക്ക് തൂക്കുകയർ കിട്ടിയെന്ന് എല്ലാവരും ആനന്ദിച്ച പോലെ അഫാനൊരു തൂക്കുകയർ കിട്ടുമ്പോൾ സന്തോഷം വെട്ടി മനസ്സിൽ ലഡുവെട്ടിയ ഒരവസ്ഥയായിരിക്കും എല്ലാവർക്കും. കാരണം അഫാൻ ചെയ്തിട്ടുള്ള അത്രയും ക്രൂരമായൊരു കൃത്യമാണ്. അതിന് എന്തൊക്കെ മാതൃസ്നേഹം, പിതൃസ്നേഹം, മക്കളോടുള്ള സ്നേഹം, മനസ്സിൻ്റെ നന്മ ഒന്നും പറഞ്ഞ് നമ്മൾ താരതമ്യപ്പെടുത്തരുത്. അതിക്രൂരമായ കൊലപാതകത്തിന് അതിനർഹമായ ശിക്ഷ കിട്ടി. നാളെ മറ്റൊരു കുട്ടിയും ഈ കൃത്യം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പാടില്ല. ഒരു ഉമ്മക്കോ ഒരു മകനോ ഒരു പ്രണയിനിക്കോ ഒരു ബന്ധുക്കൾക്കോ ഈ രീതിയിലുള്ള ഒരു മരണം സംഭവിക്കാൻ പാടില്ല. നമ്മൾ അമ്മമാർ ജാഗരൂകരായിരിക്കുക. മക്കളെ തിരുത്തേണ്ടടുത്ത് തിരുത്തിയിട്ടും അവർ തെറ്റായ വഴിയിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടുള്ളവർ പറയല്ലോ, ചൊല്ലിക്കൊടുത്തും തല്ലിക്കൊടുത്തും പിന്നെ തള്ളിക്കൊടുത്തും. ഈ രീതിയിലായിരിക്കണം നമ്മൾ മക്കളെ വളർത്തേണ്ടത്. ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലേ? നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്കും തോന്നും, പറയുന്നത് നമുക്ക് എളുപ്പമാണ്. എനിക്കിപ്പോൾ എൻ്റെ മകനെ തള്ളി പറയാന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കുട്ടിയാണ്. പക്ഷേ നമ്മളതുകൊണ്ട് ഒരു എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുക? നമ്മൾ മാത്രമല്ലല്ലോ ലോകം. ഞാനും എൻ്റെ മകനും മാത്രമല്ല ഈ ലോകം. ഈ ലോകത്ത് അനേകായിരം അമ്മയും മക്കളും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് എന്ത് മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്? അഫാന് തക്കതായ ശിക്ഷ കിട്ടി ഈ ലോകത്തിന് മാതൃകയായി തീരട്ടെ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ